സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പാൻ ഫ്രൈഡ് ചിക്കൻ ടിക്ക ഉണ്ടാക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: 500 ഗ്രാം ചിക്കൻ, 1 ടീസ്പൂൺ മുളക് പൊടി, പകുതി പുളിനാരങ്ങ, 1 ടീസ്പൂൺ ഉപ്പ്, 10 അല്ലി വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും ചതക്കി വെച്ചത്, 1 ടീസ്പൂൺ കസ്തൂരി മേത്തി, 1 ടീസ്പൂൺ ചാട്ട് മസാല, 1 ടേബിൾ സ്പൂൺ ഓയിൽ, 2 നുള്ള് അയമോദകം, 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. ആദ്യം ചിക്കനിലേക്ക് ഉപ്പിട്ട്, ചാട്ട് മസാല ഇട്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട്, അതിനുശേഷം കസ്തൂരി മേത്തിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഇതും നല്ല സ്വാദുള്ള ഒരു ചിക്കനാണ്. ഇനി പുളിനാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ഇത് നല്ലതുപോലെ ചേർത്തെടുത്ത് അരമണിക്കൂർ നേരം മാറ്റി വയ്ക്കാം. പാൻ വെച്ച് പാൻ ചൂടാവുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ഓയിൽ ഉണ്ട്. ഇത് ഓയിൽ ചൂടായാൽ ഇതിലേക്ക് അയമോദകം ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇത് പൊട്ടിക്കഴിയുമ്പോൾ കടലപ്പൊടി ഇട്ട് വറുത്തെടുക്കാനാണ്. അയമോദകം മരുന്നായി ഉപയോഗിക്കുന്നതാണ്, അതുകൊണ്ട് വളരെയധികം നല്ലതാണ്. ഇനി ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് കടലപ്പൊടി ഇടാം. അതൊന്ന് നല്ലതുപോലെ വറുത്തെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറിയാൽ മതി. 1/2 കപ്പ് യോഗേട്ട് വേണം. ഇനി വറുത്തെടുത്ത കൂട്ട് ചിക്കനിലേക്കിട്ട് യോഗേട്ട് ഒഴിച്ച് നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ കുഴച്ചെടുക്കാം. യോഗേട്ട് നിങ്ങളുടെ കൈവശമില്ലെങ്കിൽ തൈരെടുത്താലും മതി. ഇനി ഇതെല്ലാം നല്ലതുപോലെ ചേർത്ത് 1 മണിക്കൂർ നേരം മാറ്റി വയ്ക്കാം. ഇത് എത്ര നേരം വെക്കുന്നുവോ അതിനനുസരിച്ച് സ്വാദുണ്ടാകും. പാൻ വെച്ച് പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഷാലോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയാണ്. ഇത് നേരത്തെ ചേർത്ത് വെച്ചാൽ ഫ്രൈ ചെയ്തെടുക്കാൻ എളുപ്പമാണ്. ഓയിൽ ചൂടാവുമ്പോൾ ഇതിലേക്ക് ചിക്കൻ ഓരോന്നായി വെച്ച് കൊടുക്കാം. ബോണില്ലാത്ത ചിക്കനാണ് നല്ലത്.
അയമോദകമായതുകൊണ്ട് സാധാരണ ചിക്കനിൻ്റെ ടേസ്റ്റേ അല്ല. സിമ്മിൽ വെച്ച് ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ ചെയ്താൽ ചിക്കൻ വേവുകയും ചെയ്യും, അടിയിൽ കരിഞ്ഞു പോകുകയുമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് മൂടി വയ്ക്കാം. ഇനി ഇത് മറിച്ചിടാം. എല്ലില്ലാതെ ഫ്രൈ ചെയ്യുന്നത് കൊണ്ട് ചെറിയ കുട്ടികൾക്ക് തിന്നാനും നല്ലതാണ്. കഴിയുന്നത്ര നേരം മസാല ചേർത്ത് വെക്കുക, അത് മറന്നു പോകരുത്. മൂടി വെച്ചാൽ ചൂട് പുറത്തു പോകാതെ അതിനുള്ളിൽ കിടന്ന് നല്ലതുപോലെ വെന്ത് കിട്ടും. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. ഇത് ആയിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇനി ബാക്കിയുള്ളത് കൂടി ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങളും മറക്കാതെ ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.